ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നാട്ടിൽ പോവാണ്. നാട്ടിൽ പോയിട്ട് നമ്മൾ അവിടുന്ന് രാമേശ്വരം പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ KR-പുരം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു ഗായ്സ്. നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ AC ആണ് ബുക്ക് ചെയ്തത്, AC കമ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ ഹരിപ്പാട് എത്തി. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. രാവിലെ 6:30 ആയി ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. എൻ്റെ വീട്ടിലാണ് കേട്ടോ, എൻ്റെ വീട്ടിലെത്തി. അങ്ങനെ നമ്മൾ രാമേശ്വരം പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇനി രാമേശ്വരത്തെ യാത്രകൾ കാണാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ മാവേലിക്കരയിൽ നിന്ന് ട്രെയിൻ കയറി. മാവേലിക്കരയിൽ നിന്ന് മധുരയ്ക്കുള്ള ട്രെയിനിലാണ് നമ്മൾ കയറിയേക്കുന്നത്. ഇപ്പോൾ സമയം ഒരു 10:30 ആയിട്ടുണ്ട്. 10:30യുടെ ട്രെയിനിലാണ് നമ്മൾ കയറിയത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊല്ലം തെന്മലയൊക്കെ കഴിഞ്ഞു ഗൈസ്. തെന്മലയാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഗ്രീനറി ഒക്കെയാണ് ഇത്. അപ്പോൾ കാണാം ഗൈസ്. ഹലോ ഗൈസ്, അപ്പം നമ്മളിവിടെ കേരള തമിഴ്നാട് ബോർഡറിലാണ്. നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറുകയാണ്. അപ്പം നമുക്ക് കാണാം. നമ്മളിനി അടുത്ത് തെങ്കാശി റൂട്ടാണ്. തെങ്കാശിയിലോട്ട് കയറാൻ പോവുകയാണ് ഇപ്പോൾ ആക്ച്വലി. അപ്പോൾ നമ്മളൊരു 7 മണിയൊക്കെ ആവും. ട്രെയിൻ ഇച്ചിരി ഡിലേ ആണ്. അപ്പോൾ നമ്മൾ 7 മണിയൊക്കെ ആവും നമ്മൾ രാമേശ്വരം എത്തുമ്പോൾ. രാമേശ്വരം അല്ല, 7 മണിയൊക്കെ ആവും മധുര എത്തുമ്പോൾ ഗൈസ്. അങ്ങനെ നമ്മൾ മധുര എത്തി. നമ്മളിവിടെ ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ മധുരയിൽ ഇറങ്ങി. അപ്പം മധുരയിൽ നിന്ന് നമുക്ക് രാമേശ്വരം പോകണമെങ്കിൽ മാട്ടുത്താവണി എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തി. അവിടുന്നേ ഉള്ളൂ നമുക്ക് രാമേശ്വരത്തേക്ക് ബസ്. അപ്പോൾ ആ മാട്ടുത്താവണിയിലേക്ക് ഞങ്ങൾ ബസ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1 hour ട്രാവലുണ്ട്. നമ്മൾ മധുരയിൽ നിന്ന് മാട്ടുത്താവണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ രാമേശ്വരത്തേക്കുള്ള ബസ് കയറി. ഇത് പാമ്പൻ പാലമാണ് നിങ്ങളെ കാണുന്നത്. ഇത് കഴിഞ്ഞാൽ രാമേശ്വരം. അങ്ങനെ ഞങ്ങൾ രാമേശ്വരത്ത് ഇറങ്ങി. നമ്മളിവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടേക്ക് പോവുകയാണ്. അങ്ങനെ സമയം രാവിലെ 6:15 കാണും. തീർത്ഥക്കുളത്തിലേക്ക് കുളിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ 22 തീർത്ഥക്കുളങ്ങളും നമ്മൾ കുളിച്ചിട്ട് വേണം നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അമ്പലത്തിലേക്ക് നമുക്ക് ഈറനോടെ കയറാൻ പറ്റില്ല. നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി ഒന്നും കൂടെ ഫ്രഷ് ആയതിന് ശേഷം മാത്രമേ നമുക്ക് അമ്പലത്തിലേക്ക് കടക്കാനും പറ്റുള്ളൂ. അപ്പം ഈ 22 തീർത്ഥക്കുളങ്ങളും കൂടാതെ പ്രധാനമായിട്ടുള്ളത് അഗ്നിതീർത്ഥ സ്നാനമാണ്. അഗ്നിതീർത്ഥ സ്നാനം കുളിക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കടക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതാണ് അഗ്നിതീർത്ഥത്തിൻ്റെ സ്നാനത്തിൻ്റെ കവാടം. ഇത് 4 കവാടങ്ങളാണ് ഇതിനുള്ളത്. അഗ്നിതീർത്ഥത്തിൽ നിന്ന് വരുന്നത് ക്ഷേത്ര ദർശനത്തിലേക്കുള്ള ചടങ്ങുകളുടെ ആദ്യഘട്ടമാണ്. ഇത് നമ്മൾ സ്നാനം ചെയ്തതിന് ശേഷം 22 തീർത്ഥക്കുളങ്ങളിൽ കുളിച്ച് ഈറനോടെ നമുക്ക് ഭഗവാനെ ദർശിക്കാൻ കഴിയില്ല. 22 തീർത്ഥക്കുളത്തിൽ കുളിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ നമ്മുടെ റൂമിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വേണം നമ്മൾ ഭഗവാനെ ദർശിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കുളിച്ച് അത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാം ഗായ്സ്. അപ്പോൾ അവിടെ ഇങ്ങനെ ശിവലിംഗമൊക്കെ ആൾക്കാരുണ്ടാക്കി ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അതിൻ്റെ കൂടെ അങ്ങനെ ഉണ്ടാക്കാൻ പോയി. ഞങ്ങളും ശിവലിംഗം ഉണ്ടാക്കി. ഇതെന്ന് പറഞ്ഞാൽ സീതാദേവിയും ശ്രീരാമനും കൂടെ ലങ്കയിൽ നിന്ന് സീതാദേവിയെ രക്ഷിച്ചു കൊണ്ടുവന്നപ്പോൾ ശിവനെ പൂജിക്കാൻ വേണ്ടിയിട്ട് ശിവലിംഗം ഉണ്ടാക്കി അവരവിടെ പൂജിച്ചു എന്നാണ് ഐതിഹ്യം. ഈ ബീച്ചിൻ്റെ കടലിൻ്റെ സൈഡിൽ അങ്ങനെ ഉണ്ടാക്കി അവർ ചെയ്തു എന്നാണ് ഒരു ഐതിഹ്യം. അപ്പം ഞങ്ങളും അങ്ങനെ ഉണ്ടാക്കി. അപ്പം നമ്മൾ തീർത്ഥക്കുളത്തിലേക്ക് പോകുന്ന ഒരു ഇടനാഴിയാണിത്. അമ്പലത്തിനുള്ളിലെ ഒരു ഇടനാഴിയാണ്. അമ്പലത്തിനുള്ളിൽ തന്നെയാണ് ഈ 22 തീർത്ഥക്കുളങ്ങളും. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതിനായി നമ്മളൊരു 25 രൂപയുടെ ഒരു കൂപ്പൺ എടുക്കേണ്ടതുണ്ട് പെർ പേഴ്സൺ. ഈ 22 തീർത്ഥക്കുളങ്ങളിൽ കുളിച്ചിട്ട് വേണം നമ്മൾ ഭഗവാനെ ദർശിക്കാൻ പോകാനായിട്ട്. അപ്പോൾ ഈ 22 തീർത്ഥക്കുളങ്ങളിൽ കുളിച്ചാൽ നമ്മുടെ
കഴുകിക്കളയുമെന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ ഞങ്ങളങ്ങനെ തീർത്ഥക്കുളത്തിലെല്ലാം കുളിച്ച് വെളിയിലേക്ക് ഇറങ്ങി. ഇതാണ് അമ്പലത്തിൻ്റെ ഗോപുരം. നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ റൂമിൽ പോയി ഫ്രഷപ്പായി തിരിച്ചു വന്നു. അങ്ങനെ അമ്പലത്തിൽ കയറി. ഇതാണ് അമ്പലത്തിൽ നമ്മൾ തൊഴാൻ പോകുന്നതിൻ്റെ ഒരു ഇടനാഴി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കകത്തേക്ക് ഇനി ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ല. അപ്പം നമ്മളങ്ങനെ ഭഗവാനെ കണ്ട് ഇറങ്ങി ഗൈസ്. നല്ലൊരു പുണ്യ നിമിഷമായിരുന്നു. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടെ പോകണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ധനുഷ്കോടി പോകുന്നുണ്ട്. ആ വീഡിയോ അടുത്ത ഇതിൽ കാണാം.